വെൽക്കം ടു our സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ ഈസിയായി എങ്ങനെ സാധനങ്ങൾ വാങ്ങാമെന്ന് നമുക്ക് പഠിക്കാം. നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് ഈസിയായി നമുക്ക് വേണ്ടതെല്ലാം ചോദിച്ച് വാങ്ങുവാൻ സാധിക്കും. അതെങ്ങനെയാ എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. നമ്മൾ 30 ഡേ ചാലഞ്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായും ഈ 30 ഡേയ്സിനുള്ളിൽ ഇംഗ്ലീഷ് നിങ്ങളെല്ലാവരും മനോഹരമായി സംസാരിച്ചിരിക്കും. ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. കമൻറ്റ് ബോക്സിൽ കറക്റ്റായി എഴുതിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നോട്ട്ബുക്കിൽ എഴുതിയ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ: യു ക്യാൻ സിംഗ് ലൗഡ്ലി. സെക്കൻഡ് ക്വസ്റ്റ്യൻ: പ്രിയ ക്യാൻ ഡ്രോ ബ്യൂട്ടിഫുള്ളി. Priya can draw beautifully. Third question: he can do this. Fourth question the answer: Anand can do that. Last question the answer: you can arrive on time. You can arrive on time. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം എന്ന് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ എങ്ങനെ സാധനങ്ങൾ നമുക്ക് വാങ്ങാമെന്ന് പഠിക്കാം. ആദ്യം നമ്മൾ ചോദിക്കുകയാണ്, മോൾ എവിടെയാണ്? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? Where is the mall? Where is the mall? എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ where ഉപയോഗിക്കുക. Where is ഇനി the mall. സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു കാര്യം ചോദിക്കുകയാണ്. സ്പെസിഫിക് ആയി ചോദിക്കുമ്പോൾ the യൂസ് ചെയ്യുക. Where is the mall? മോൾ എവിടെയാണ്? വേറൊരു രീതിയിൽ നമുക്ക് ചോദിക്കാം, ഏത് വഴിയാണ് മോളിലേക്ക്? Which way is the mall? ഏത് വഴി? Which way? ഇനി നമ്മുടെ സ്ഥലം ചോദിക്കുക, is the mall. ഹോസ്പിറ്റൽ ഏത് വഴിയാണ്? അതെങ്ങനെ ചോദിക്കും? Which way is the hospital? Which way is the hospital? മെഡിക്കൽ സ്റ്റോർ ഏത് വഴിയാണ്? Which way is the medical store? Which way is the medical store? അപ്പം അതേപോലെ നമ്മൾ ചോദിക്കുകയാണ്, നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. പുതിയ സ്ഥലമായത് കാരണം നമുക്ക് വഴി കറക്റ്റ് അറിയില്ല. മോൾ ഏത് വഴിയാണ്? Which way is the mall? Which way is the mall? അങ്ങനെ നമ്മൾ സ്ഥലം മനസ്സിലാക്കി അവിടെ എത്തി. നമ്മൾ മോളിൻ്റെ അകത്തേക്ക് കയറി. ഇനി നമുക്ക് കിഡ്സ് സെക്ഷനിലേക്ക് പോകണം. അപ്പോൾ ഒരുപാട് അവിടെ സെക്ഷൻസ് ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കാരണം എങ്ങോട്ടാണ് കിഡ്സ് സെക്ഷനിലേക്ക് പോകേണ്ടത് എന്ന് അറിയില്ല. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, കിഡ്സ് സെക്ഷൻ എവിടെയാണ്?
അപ്പോൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഏത് വാക്ക് ഉപയോഗിക്കണം? വേർ. വേർ ഇസ് ദ കിഡ്സ് സെക്ഷൻ? വേർ ഇസ് ദ കിഡ്സ് സെക്ഷൻ? കുട്ടികളുടെ സെക്ഷൻ, അവരുടെ ഡ്രസ്, അതെല്ലാം എവിടെയാണ്? ഇനി നമ്മൾ ചോദിക്കുകയാണ് ഇലക്ട്രോണിക്സ് സെക്ഷൻ എവിടെയാണ്? അതെങ്ങനെ ചോദിക്കും? വേർ ഇസ് ദ ഇലക്ട്രോണിക് സെക്ഷൻ? വേർ ഇസ് ദ ഇലക്ട്രോണിക് സെക്ഷൻ? സ്റ്റേഷനറി സെക്ഷൻ എവിടെയാണ്? സ്റ്റേഷനറി സെക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? പെൻ, പെൻസിൽ, പേപ്പർ, ബുക്സ്, ഇതിനെയെല്ലാം ഒരുമിച്ച് നമ്മൾ പറയുന്ന വാക്കാണ് സ്റ്റേഷനറി. സ്റ്റേഷനറി സെക്ഷൻ എവിടെയാണ്? വേർ ഇസ്, നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു സെക്ഷനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ സ്പെസിഫിക് ആയി ചോദിക്കുമ്പോൾ ഏത് വാക്ക് യൂസ് ചെയ്യണം? ദ. വേർ ഇസ് ദ stationery section? Where is the stationery section? ഇനി നമ്മൾ ചോദിക്കുകയാണ് ഫുഡ് സെക്ഷൻ എവിടെയാണ്? ഫുഡ് സെക്ഷൻ എവിടെയാണ്? അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും? വെരി ഗുഡ്. Where is the food section? Where is the food section? ഇനി നമ്മൾ ചോദിക്കുകയാണ് ഗ്രോസറി സെക്ഷൻ എവിടെയാണ്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ, ക്ലീനിങ്ങിനും കുക്കിങ്ങിനും എല്ലാത്തിനും ആവശ്യമുള്ള സാധനങ്ങളിനെയാണ് ഗ്രോസറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഗ്രോസറി സെക്ഷൻ എവിടെയാണ്? അതെങ്ങനെ നമ്മൾ ചോദിക്കും ഇംഗ്ലീഷിൽ? വേർ ഇസ് ദ ഗ്രോസറി സെക്ഷൻ? വേർ ഇസ് ദ ഗ്രോസറി സെക്ഷൻ? അപ്പോൾ ഈ രീതിയിൽ ഓരോ സ്ഥലങ്ങൾ മോളിൽ എവിടെയാണ് എന്ന് നമുക്ക് ചോദിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ചോദിച്ച് നമുക്ക് വേണ്ട സെക്ഷൻ, വേണ്ട ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ എത്തി. ഇനി നമുക്ക് അതിലെ ഒരു കാര്യം വാങ്ങണം. ആ സാധനം അവിടെ ഉണ്ടോ, സാധനം കയ്യിലുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് നമ്മൾ ചോദിക്കുകയാണ് ഇവിടെ പേപ്പർ കപ്സ് ഉണ്ടോ? നമുക്ക് പേപ്പർ കപ്സ് വാങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേപ്പർ കപ്സ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. കുറച്ച് വലിയ സെന്റൻസ് ആണ്, പക്ഷെ എളുപ്പം പഠിക്കാൻ പറ്റും. നല്ല യൂസ്ഫുൾ ആയ സെന്റൻസ് ആണ്. ഡു യു ഹാവ്, അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാം. ഡു യു ഹാവ് എന്ത്? പേപ്പർ കപ്സ് ഹിയർ. ഇവിടെ നിങ്ങൾക്ക് പേപ്പർ കപ്സ് ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ, ആ ഒരു അർത്ഥമാണ് ഡു യു ഹാവിലൂടെ വരുന്നത്. പിന്നെ നമ്മൾ എന്താണ് ചോദിക്കുന്നത്? പേപ്പർ കപ്സ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചോദിക്കുന്ന കാര്യം വെക്കുക. പേപ്പർ കപ്സ് ഇവിടെ, ഹിയർ. ഡു യു ഹാവ് പേപ്പർ കപ്സ് ഹിയർ? ഇവിടെ പേപ്പർ കപ്സ് ഉണ്ടോ? നമ്മൾ പെട്ടെന്ന് നോക്കിയിട്ട് കണ്ടില്ല, അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാ ചോദിക്കേണ്ടത് പേപ്പർ കപ്സ് ഉണ്ടോന്ന്? ഡു യു ഹാവ് പേപ്പർ കപ്സ് ഹിയർ? ഡു യു ഹാവ് പേപ്പർ കപ്സ് ഹിയർ? ഇനി പേപ്പർ പ്ലേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കും?
നിങ്ങൾക്കിവിടെ പേപ്പർ പ്ലേറ്റ്സ് ഉണ്ടോ? ഡു യു ഹാവ്? പേപ്പർ കപ്പ് മാറ്റി പേപ്പർ പ്ലേറ്റ്സ് വെക്കുക. പേപ്പർ പ്ലേറ്റ്സ് ഹിയർ. ഡു യു ഹാവ് പേപ്പർ പ്ലേറ്റ്സ്? ലാസ്റ്റ് ഹിയർ, ഇവിടെ. നമ്മൾ ചോദിക്കുകയാണ്, സ്കെച്ച് പെൻസ് ഇവിടെ ഉണ്ടോ? നിങ്ങൾക്കിവിടെ സ്കെച്ച് പെൻസ് ഉണ്ടോ? ഡു യു ഹാവ് സ്കെച്ച് പെൻസ് ഹിയർ? ഡു യു ഹാവ് സ്കെച്ച് പെൻസ് ഹിയർ? നോട്ട്ബുക്സ് ഇവിടെ ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കും? നിങ്ങൾക്കിവിടെ നോട്ട്ബുക്സ് ഉണ്ടോ? ഡു യു ഹാവ് notebooks here? Do you have notebooks here? അപ്പോൾ നമ്മൾ ഈ സെന്റൻസ് സ്ട്രക്ചർ മനസ്സിൽ വെച്ചാൽ മതി. നമ്മൾ ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഒരു കാര്യമുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡു യു ഹാവ്? ഇനി നമുക്ക് എന്താണോ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പേര് ലാസ്റ്റ് ഹിയർ. നിങ്ങൾക്ക് ഫ്രൈയിങ് പാൻസ് ഇവിടെയുണ്ടോ? നിങ്ങൾക്കിവിടെ ഫ്രൈയിങ് പാൻസ് ഉണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് ഫ്രൈയിങ് പാൻസ് ഹിയർ? ഡു യു ഹാവ് ഫ്രൈയിങ് പാൻസ് ഹിയർ? അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു സാരി അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ കൂടെ വന്നവരോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയുണ്ട്? ഇത് എങ്ങനെ ഉണ്ട്? നമ്മൾ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, എങ്ങനെ എന്ന് ചോദിക്കാൻ ഹൗ യൂസ് ചെയ്യുക. ഇത് എങ്ങനെയുണ്ട്? How is this? How is this? അതെങ്ങനെയുണ്ട്? അത് എന്ന് വരുമ്പോൾ that. അതെങ്ങനെയുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കണം? How is that? How is that? അതെങ്ങനെയുണ്ട്? ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ സാരീസ് ഇഷ്ടമായി. ഇതെല്ലാം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം എന്ന് പറയുമ്പോൾ ഏത് വാക്ക് വരണം? ദീസ്. ഒന്നിൽ കൂടുതൽ കാര്യങ്ങളല്ലേ? അപ്പോൾ ഹൗ ഈസ് ദീസ് എന്ന് വരില്ല. ഹൗ ആർ ദീസ്. ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് ആർ യൂസ് ചെയ്യുക. ഹൗ ആർ ദീസ്? ഇതെല്ലാം എങ്ങനെയുണ്ട്? ഇനി നമുക്ക് ഇത് ഇഷ്ടമായില്ല, അതെല്ലാം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അതെല്ലാം എന്ന് വരുമ്പോൾ ദോസ്. ഹൗ ആർ ദോസ്? ഹൗ ആർ ദോസ്? അതെല്ലാം എങ്ങനെ ഉണ്ട്? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചോദിക്കുവാൻ സാധിക്കും. ഇനി നമ്മൾ പറയുകയാണ്, ഇത് നല്ലതാണ്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഇത് നല്ലതാണ്. This is good. This is good. ഇത് വളരെ നല്ലതാണെന്ന് എങ്ങനെ പറയും? This is very good. വളരെ. ആ വാക്ക് വെരി എന്ന വേർഡിലൂടെ നമുക്ക് പറയാം. This is very good. ഇത് ഭംഗിയുണ്ട്. ഇത് ഭംഗിയുണ്ട് എന്നെങ്ങനെ പറയും? This
is beautiful. ഇത് വളരെ ഭംഗിയുണ്ട്. This is very beautiful. This is very beautiful. ഇനി നമ്മൾ പറയുകയാണ് ഇത് യൂസ്ഫുൾ ആണ്. ഇത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത് യൂസ്ഫുൾ ആണെന്ന് എങ്ങനെ പറയും? This is useful. This is useful. അത് യൂസ്ഫുൾ ആണ്. നമ്മൾ പഠിച്ചു അത് എന്ന് പറയുമ്പോൾ ദാറ്റ് യൂസ് ചെയ്യുക. അത് യൂസ്ഫുൾ ആണ്. ദാറ്റ് ഇസ് യൂസ്ഫുൾ. അത് വളരെ യൂസ്ഫുൾ ആണ്. വളരെ എന്ന് ഏത് വാക്ക് യൂസ് ചെയ്യണം? വെരി. അത് വളരെ യൂസ്ഫുൾ ആണ്. ദാറ്റ് ഇസ് വെരി യൂസ്ഫുൾ. ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇത് വളരെ യൂസ്ഫുൾ ആണ്. This is very useful. ഇത് കൊള്ളാം. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഇത് കൊള്ളാം. This is nice. നന്നായിട്ടുണ്ട് എന്ന വാക്കാണ് നൈസ്. കൊള്ളാം. അതെല്ലാം നമുക്ക് ഈ വാക്കിലൂടെ യൂസ് ചെയ്യാം. ഇത് നന്നായിട്ടുണ്ട്. This is nice. ഇത് വളരെ നന്നായിട്ടുണ്ട് എന്നെങ്ങനെ പറയും? വെരി ഗുഡ്. This is very nice. This is very nice. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയുവാൻ സാധിക്കും. ഇനി നമ്മൾ ഒരു ഡ്രസ് സെക്ഷനിലാണ്. അപ്പോൾ ഡ്രസ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമ്മൾ പറയുകയാണ് ഇത് നിനക്ക് ചേരും. This suits you. This suits you. ഇത് എന്ന് വരുമ്പോൾ this, ചേരും എന്ന് നമ്മൾ സൂട്ട്സിലൂടെ പറയുകയാണ്. നീ ആർക്കാ ചേരുക? നിനക്ക്. This suits you. ഇത് അവൾക്ക് ചേരും. അതെങ്ങനെ പറയും? This suits her. This suits her. ഇത് അവന് ചേരും. അവൻ എന്ന് പറയുമ്പോൾ him. ഇത് അവന് ചേരുമെന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? This suits him. This suits him. ഇനി നമ്മൾ പറയുകയാണ് ഇത് പ്രിൻസിന് ചേരും. അപ്പോൾ നമ്മളൊരു പേര് വെക്കുകയാണ്. ഇത് പ്രിൻസിന് ചേരും. This suits Prince. This suits, ഇനി നമ്മൾ അവിടെ പേര് വെക്കുക, Prince. ഇത് മിനിക്ക് ചേരും എന്നെങ്ങനെ പറയും? This suits Minnie. This suits Minnie. ഇതെനിക്ക് ചേരും. അതെങ്ങനെ പറയും? This suits me. ആരും നമ്മളെക്കുറിച്ച് പറയുന്നില്ല ആ സമയത്ത്. അപ്പൊ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ പറയുകയാണ് ഇതെനിക്ക് ചേരും. This suits, എനിക്ക് എന്ന അർത്ഥം me. This suits me. ഇതെല്ലാം അവർക്ക് ചേരും.
നമ്മൾ അവർക്കൊരു ഗിഫ്റ്റ് വാങ്ങുവാൻ പോവുകയാണ്. ഇതെല്ലാം അവർക്ക് ചേരും. ഇതെല്ലാം എന്ന് പറയുമ്പോൾ ഏത് വാക്ക് ഉപയോഗിക്കണം? ഇതെല്ലാം, ദീസ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ദീസിന്റെ കൂടെ സൂട്ട്സ് എന്ന് വരില്ല, സൂട്ട് എന്നാണ് വരിക. കാരണം ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്. ദീസ് സൂട്ട് ആരെ? അവർക്ക്. ഇത് അവർക്ക് ചേരും. These suit them. These suit them. അതെല്ലാം അവർക്ക് ചേരും. ഇതെല്ലാം അല്ല, അതെല്ലാം അവർക്ക് ചേരും. അതെല്ലാം എന്ന് പറയുമ്പോൾ ഏത് വാക്ക് യൂസ് ചെയ്യണം? those. Those suit them. Those suit them. ഇതെല്ലാം നമുക്ക് ചേരും. അതെങ്ങനെ പറയും? These suit us. നമുക്ക് എന്ന വാക്ക് അസിലൂടെ പറയുക. These suit us. അതെല്ലാം നമുക്ക് ചേരും. അതെല്ലാം എന്ന് പറയുമ്പോൾ those. Those suit us. അതെല്ലാം നമുക്ക് ചേരും. Those suit us. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. ഇനി നമ്മൾ ചോദിക്കുകയാണ്, ഇത് വേറൊരു കളറിലുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കത് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. നമുക്കൊരു ഡ്രസ്സ് ഇഷ്ടമായി, പക്ഷെ കളർ ഇഷ്ടമായില്ല. വേറെ കളർ ഉണ്ടോ? Another color please. Another color please. അപ്പോൾ another color, വേറെ കളർ, പ്ലീസ് എന്ന് ചേർക്കുന്ന സമയത്ത് കേൾക്കുന്ന സ്റ്റാഫിനും അതേ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. നന്നായിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. വേറൊരു കളർ ഉണ്ടോ? Another color please. അപ്പോൾ ഈ രീതിയിൽ ആ ഡ്രസ്സ് വേറൊരു കളറിലുണ്ടോ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം. ഇപ്പൊ എങ്ങനെ നമ്മൾ പഠിച്ചത്? വേറൊരു കളർ ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കണം? Another color please. വേറൊരു രീതിയിലും നമുക്ക് ഇത് ചോദിക്കാം. ഇത് ചെറിയൊരു വലിയ രീതിയാണ്, പക്ഷെ ഈസിയായി പഠിക്കാൻ പറ്റും. Do you have this in another color? Do you have this in another color? നിങ്ങൾക്കിത് വേറെ കളറിൽ ഉണ്ടോ? Do you have this in another color? നിങ്ങൾക്കത് വേറെ കളറിലുണ്ടോ? നിങ്ങൾക്കത് വേറെ കളറിലുണ്ടോ? അതെങ്ങനെ ചോദിക്കും? Do you have that in another color? അത് വേറെ കളറിലുണ്ടോ? That in another color. Do you have, നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്താ? That, അത്, in another color, അത് വേറെ കളറിലുണ്ടോ? ഇതെല്ലാം നിങ്ങൾക്ക് വേറെ കളറിലുണ്ടോ? Do you have these in another color? Do you have these in another color? അതെല്ലാം വേറെ കളറിലുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? നിങ്ങൾക്കതെല്ലാം വേറെ കളറിലുണ്ടോ?
Do you have those in another color? Do you have those in another color? നിങ്ങൾക്ക് ഈ ഡ്രസ് വേറെ കളറിലുണ്ടോ? Do you have this dress in another color? Do you have this dress in another color? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈസി ആയി ചോദിക്കുവാൻ സാധിക്കും. അങ്ങനെ നമ്മളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ചോദിക്കുകയാണ്, നിനക്കിത് ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെ ചോദിക്കും? ഡു യു ലൈക്ക് ദിസ്? നിനക്കിത് ഇഷ്ടമായോ? ഡു യു ലൈക്ക്? നിനക്കിഷ്ടമായോ? എന്ത്? ദിസ്. നിനക്ക് ഇത് ഇഷ്ടമായോ? നിനക്ക് അത് ഇഷ്ടമായോ എന്നെങ്ങനെ ചോദിക്കും? ഡു യു ലൈക്ക് ദാറ്റ്? ഡു യു ലൈക്ക് ദാറ്റ്? ഇനി നമ്മൾ ചോദിക്കുകയാണ്, അവന് ഇത് ഇഷ്ടമായോ? അവന് ഇത് ഇഷ്ടമായോ? ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ചോദിക്കണം, ഡസ് ഹി ലൈക്ക് ദിസ്? ഡസ് ഹി ലൈക്ക് ദിസ്? അവൾക്കിത് ഇഷ്ടമായോ? ഡസ് ഷീ ലൈക്ക് ദിസ്? അവൾ എന്ന് പറയുമ്പോൾ ഷീ യൂസ് ചെയ്യുക. ഡസ് ഷീ ലൈക്ക് ദിസ്? പ്രിയക്കിത് ഇഷ്ടമായോ? ഡസ് പ്രിയ ലൈക്ക് ദിസ്? ഡസ് പ്രിയ ലൈക്ക് ദിസ്? അവർക്ക് ഇത് ഇഷ്ടമായോ? ഡു ദേ ലൈക്ക് ദിസ്? ഡു ദേ ലൈക്ക് ദിസ്? ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഡു യൂസ് ചെയ്യുന്നത്. പക്ഷെ നീ എന്ന് പറയുമ്പോഴും നമ്മൾ ഡു യൂസ് ചെയ്യണം. ഐ ഡു, യു ഡു, we do, they do, he does, she does. ഈ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അവർക്ക് ഇത് ഇഷ്ടമായോ? അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആദ്യം ഡു വെക്കുക. കാരണം അവരെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത്. അവർക്ക് ഇത് ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ്. ഡു ദേ ലൈക്ക്? ഇനി എന്തിനെ കുറിച്ചാണോ ചോദിക്കുന്നത് അത് ചോദിക്കുക. ദിസ്. ഇനി നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് ചോദിക്കുകയാണ്. റിയയ്ക്ക് ഇത് ഇഷ്ടമായോ? ഡസ് റിയ ലൈക്ക് ദിസ്? ഡസ് റിയ ലൈക്ക് ദിസ്? എനിക്കിഷ്ടമായി എന്ന് എങ്ങനെ പറയും? എനിക്ക് ഇത് ഇഷ്ടമായി. ആദ്യം ആരെ കുറിച്ചാ പറയുന്നത്? ഞാൻ എന്നെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ എന്നെ ആദ്യം വെക്കുക. ഐ. ഇഷ്ടമായി എന്ന വാക്കാണ് ലൈക്ക്. ഐ ലൈക്ക് എന്ത്? ഇത്. ദിസ്. എനിക്ക് ഈ ഡ്രസ് ഇഷ്ടമായി എന്നെങ്ങനെ പറയും? ഐ ലൈക്ക് ദിസ് ഡ്രസ്. ഐ ലൈക്ക് ദിസ് ഡ്രസ്. അവനിത് ഇഷ്ടമായി. അവനെന്ന് വരുമ്പോൾ ഹി. ഹി ലൈക്സ് ദിസ്. ഹി ലൈക്ക് എന്ന് വരില്ല, ഹി ലൈക്സ് എന്നാണ് വരിക.
ഹി ലൈക്സ് ദിസ്. അവൾക്കിതിഷ്ടമായി. ഷീ ലൈക്സ് ദിസ്. അവർക്ക് അതിഷ്ടമായി. അവർക്ക് ഇതല്ല ഇഷ്ടമായത്, അവർക്ക് അത് ഇഷ്ടമായി. അത് എന്ന് വരുമ്പോൾ ഏത് വാക്ക് ഉപയോഗിക്കണം? ദാറ്റ്. ദേ ലൈക്ക് ദാറ്റ്. അവരെന്ന് വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ ദേ ലൈക്സ് എന്ന് പറയില്ല, ദേ ലൈക്ക് ദാറ്റ്. ഞങ്ങൾക്കതിഷ്ടമായി. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് വാക്ക് യൂസ് ചെയ്യണം? വി. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ? അപ്പോൾ വി ലൈക്സ് എന്നാണോ വി ലൈക്ക് എന്നാണോ വരിക? വെരി ഗുഡ്. വി ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും I like, he likes, she likes, they like, we like, you like. ഈ രീതിയിൽ നമ്മൾ സെന്റൻസസ് ഈ വേർഡ്സ് കൊണ്ട് വേണം ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾക്ക് അതിഷ്ടമായി. നമ്മൾ ഇനി അത് പർച്ചേസ് ചെയ്യുവാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് എത്രയായി എന്ന് ചോദിക്കുകയാണ്. എത്രയായി? അങ്ങനെ അതിൻ്റെ പ്രൈസ് ചോദിക്കുന്ന സമയത്ത് 2 വാക്കുകൾ കൊണ്ട് നമുക്ക് ചോദിക്കുവാൻ സാധിക്കും. ഹൗ മച്ച്. എത്രയായി? ഹൗ മച്ച്. അപ്പോൾ നമുക്കൊരു ഡ്രസ്സ് ഇഷ്ടമായി, നമ്മൾ ചോദിക്കുകയാണ് എത്രയായി? ഹൗ മച്ച്. ഇതിനെത്രയായി എന്നെങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ഈസ് ദിസ്. ഹൗ മച്ച് ഈസ് ദിസ്. അതിനെത്രയായി? ഹൗ മച്ച് ഈസ് ദാറ്റ്. ഹൗ മച്ച് ഈസ് ദാറ്റ്. ഇതിനെല്ലാം എത്രയായി? ഹൗ മച്ച് ആർ ദീസ്. കാരണം നമ്മൾ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഒരു ആവേശത്തിന്റെ പുറത്ത് വാങ്ങി സെലക്ട് ചെയ്തു. അപ്പോൾ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഉള്ളപ്പോൾ ആർ യൂസ് ചെയ്യുക. ഹൗ മച്ച് ആർ ദീസ്. അതിനെല്ലാം എത്രയായി? അതിനെല്ലാം എന്ന് പറയുമ്പോൾ ദോസ്. ഹൗ മച്ച് ആർ ദോസ്. ഇനി ലാസ്റ്റ് നമ്മൾ ചോദിക്കുകയാണ് ടോട്ടലി എത്രയായി? ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ. ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ. സ്പെസിഫിക് ആയിട്ട് നമ്മൾ ടോട്ടൽ ചോദിക്കുകയാണ്, അതുകൊണ്ടാണ് ദ യൂസ് ചെയ്യുന്നത്. ടോട്ടൽ ആയിട്ട് എത്രയായി? ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ. അങ്ങനെ അവർ എമൗണ്ട് പറഞ്ഞു. നമ്മൾ ഭാവിയിലെ ഒരു കാര്യം പറയുമ്പോൾ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പറയുന്ന സമയത്ത് ഷാൽ യൂസ് ചെയ്യുക. ഐ ഷാൽ, വി ഷാൽ. വേറൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഭാവിയിലെ ഒരു കാര്യം പറയുമ്പോൾ വിൽ യൂസ് ചെയ്യുക. അവൻ ബില്ലടയ്ക്കും, അവൻ പേ ചെയ്യും. അതെങ്ങനെ പറയും? ഹി വിൽ പേ. അവൾ പേ ചെയ്യും. ഷീ വിൽ പേ. അവർ പേ ചെയ്യും. ദേ വിൽ പേ. ഇനി നമ്മൾ പറയുകയാണ് സ്നേഹ പേ ചെയ്യും. സ്നേഹ വിൽ പേ. നീയാണ് കൂടുതൽ സാധനങ്ങൾ എടുത്തത്, നീ പേ ചെയ്യും.
ഈ ബില്ല് നീ തന്നെ അടയ്ക്കും. അതെങ്ങനെ പറയും? യു വിൽ പേ. അവസാനം ആരും അടയ്ക്കുന്നില്ല, നമ്മൾ പറയുകയാണ് ഞാൻ തന്നെ അടയ്ക്കാം. ഐ ഷാൽ പേ. ഐ വിൽ പേ എന്നതിനേക്കാളും ഐന്റെ കൂടെ എപ്പോഴും ഷാൽ യൂസ് ചെയ്യുക. ഐ ഷാൽ പേ. അപ്പോൾ നമ്മളങ്ങനെ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ കൂടെയുള്ള നല്ല മനസ്സുള്ള 2-3 പേര് പറയുകയാണ് ഞങ്ങൾ അടയ്ക്കും. ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി. വിന്റെ കൂടെയും എപ്പോഴും ഷാൽ യൂസ് ചെയ്യുക. വി ഷാൽ പേ. അങ്ങനെ നമ്മൾ ബില്ല് സെറ്റിൽ ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെ ഇംഗ്ലീഷിൽ ഈസിയായി സാധനങ്ങൾ വാങ്ങാമെന്ന് നമ്മൾ പഠിച്ചു. എല്ലാ സെൻറ്റൻസസും ഇന്ന് നമ്മൾ യൂസ് ചെയ്തത് ഉറപ്പായിട്ടും ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായെന്ന് നോക്കാം. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാവരും ഇംഗ്ലീഷിലേക്കാക്കി കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയാലും മതി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റോഹന് ഇത് ഇഷ്ടമായി. റോഹന് ഇത് ഇഷ്ടമായി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മോൾ എവിടെയാണ്. മോൾ എവിടെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഇത് വേറെ കളറിൽ നിങ്ങൾക്കുണ്ടോ. ഇത് വേറെ കളറിൽ നിങ്ങൾക്കുണ്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇത് എങ്ങനെയുണ്ട്. ഇത് എങ്ങനെയുണ്ട്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക്സ് സെക്ഷൻ എവിടെയാണ്. ഇലക്ട്രോണിക്സ് സെക്ഷൻ എവിടെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ and also subscribe. So see you in the next video. Have a nice day.